blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ വ്യാഴാഴ്ചയിലെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 2 കുടുംബങ്ങൾ ചേർന്നിട്ടാണ്. ഒന്നാമത്തേത് ലിജു തോമസ് ആൻഡ് ജിനിമോൾ ഫ്രം കോഴഞ്ചേരി. അവരുടെ 1ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. സോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ലിജു തോമസിന് വേണ്ടി, ജിനിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. ജിനിമോൾക്ക് എത്രയും പെട്ടെന്ന് വിസയും അതുപോലെ ജോലിയും അമേരിക്കയിൽ കർത്താവെ സാധ്യമായി തീരുവാനായി പ്രാർത്ഥിക്കുന്നു. ഇവർ 2 പേരുടെയും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. ലിജുവിൻ്റെ സഹോദരി ലീനയ്ക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ഭവനം അവർക്കുണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജിനിയുടെ നെവ്യൂ ബ്രൈസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ സൗഖ്യവും പ്രത്യേകിച്ച് ആസ്മയിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. തീർന്നില്ല. സൈമൺ ചാക്കോ ആൻഡ് മറിയാമ്മ സൈമൺ, മറ്റൊരു കുടുംബം കൂടെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഗ്രീൻവുഡിൽ നിന്നുള്ള ആ കുടുംബത്തെ, നാളെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. സോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിനായി, കുടുംബാംഗങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മകളാലും അങ്ങ് നിറയ്ക്കണമേ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. തങ്ങളുടെ മൂത്ത മകൾ ജോഷ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു അഡ്മിഷൻ, അവൾക്ക് മെഡിസിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിഷൻ അങ്ങ് ഒരുക്കിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ ജോലീന സൈമണ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ജീവിതത്തിലുള്ള മടിയിൽ നിന്ന് അവൾ പൂർണ്ണമായും വെളിയിൽ വരട്ടെ. പഠനത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക്, നല്ലൊരു ഭാവിയിലേക്ക് ആ കുഞ്ഞ് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ ജോബ് സൈമണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ എല്ലാ കുഞ്ഞുങ്ങളും ആത്മീകമായി, ശാരീരികപരമായി എല്ലാ രീതിയിലും കർത്താവെ ശക്തന്മാരായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തതിന് സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദിയെ ഈ സമയത്ത് കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാനായി പോകുന്നത് ഫിലിപ്പിയ ലേഖന പഠനത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് അതിപ്പോൾ കേൾക്കാം. ഹായ്, ഇന്നത്തെ സന്ദേശത്തിന് ശേഷം ബൈബിൾ ന്യൂയിലൂടെ ഞാനൊരു ചോദ്യമായി വരും. ഇന്നത്തെ സന്ദേശം ശ്രദ്ധിച്ച് കേൾക്കണേ. Book of Philippians, ഫിലിപ്പി ലേഖനത്തിലേക്ക് chapter number 4, 4-ാമത്തെ അധ്യായം, verse number 10 onwards. അതിന്റെ 10-ാമത്തെ വചനം മുതൽ നമുക്ക് വായിക്കാം. If you want a subtitle for this week's message, ഈ ആഴ്ചയിലെ സന്ദേശത്തിന് നിങ്ങൾക്കൊരു തലക്കെട്ട് ആവശ്യമാണെങ്കിൽ, it is the law of contentment. സംതൃപ്തിയുടെ നിയമം. Write down. എഴുതി വെക്കുക, സംതൃപ്തിയുടെ നിയമം. In verse number 10, Paul says, I rejoice greatly. ഇവിടെ 10-ാം വചനത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. That at last you have renewed your concern for me. നിങ്ങൾ എനിക്ക് വേണ്ടി വീണ്ടും നിങ്ങൾ കരുതൽ കാണിച്ചതുകൊണ്ട്. Paul is speaking about the renewal of mission support by the church of Philippi. ഫിലിപ്പിയിലെ സഭക്കാർ തങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ വീണ്ടും ചെയ്തതുകൊണ്ട്, അവർ പുതുക്കിയതുകൊണ്ട് താൻ അവരെ അഭിനന്ദിക്കുകയാണ്. Paul says, I greatly rejoice because you have restarted
giving to the Lord. ഞാൻ പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ വീണ്ടും സന്തോഷിക്കുന്നത് അതിന്റെ കാരണം നിങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് നിങ്ങൾ വീണ്ടും അത് ആരംഭിച്ചിരിക്കുകയാണ്. This is what Paul says. ഇത് ഇപ്രകാരമാണ് പൗലോസ് പറയുന്നത്. Philippians used to support the man of God for many years, regularly. ഈ ദേവപുരുഷനെ കൃത്യമായി ഈ ഫിലിപ്പിയ സഭയിലെ ജനങ്ങൾ സാമ്പത്തികമായും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. But then suddenly they stopped supporting. എന്നാൽ വളരെ പെട്ടെന്ന് ഇവർ നിർത്തിക്കളഞ്ഞു ഇത്. Some studies say that for 10 to 12 years they did not support Paul. ചില പഠനങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്, 10-12 വർഷത്തോളം പൗലോസിനെ അവർ സുവിശേഷ വേലയിൽ സപ്പോർട്ട് ചെയ്തില്ല. Now he is under imprisonment. ഇപ്പോൾ അദ്ദേഹം വീട്ടുതടങ്കലിലായിരിക്കുകയാണ്. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Usually when he ministers in a place, he used to work with his own hands and generated funds for himself and for the team. സാധാരണഗതിയിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ താൻ തൻ്റെ ശരീരം കൊണ്ട് അധ്വാനിച്ച് തന്നെ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സമ്പത്തുണ്ടാക്കുന്നു. But now that is not possible. ഇപ്പോൾ അത് സാധ്യമല്ല. Why? എന്തുകൊണ്ടാണ്? He is under imprisonment. കാരണം അവൻ വീട്ടുതടങ്കലിലായിരിക്കുകയാണ്. Acts chapter 28 last verses we know that he was in a rented home. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് ജീവിച്ചിരുന്നത്. So he had to pay rent. അദ്ദേഹത്തിന് റെന്റ് കൊടുക്കണം. He had to feed himself. അദ്ദേഹത്തിന്റെ ഭക്ഷണകാര്യങ്ങൾ നോക്കണം. And he had a lot of visitors, the Bible says. അവിടെ വചനം പറയുന്നു ഒത്തിരി സന്ദർശകർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. He had to give them squash and biscuits. സന്ദർശകർക്ക് പാനീയങ്ങളും ബിസ്ക്കറ്റൊക്കെ കൊടുക്കണം. And he had to feed the team with him. തന്റെ കൂടെയുള്ള ശുശ്രൂഷകന്മാർക്കുള്ള ഭക്ഷണം കൊടുക്കണം. There was no support. ഒരു സപ്പോർട്ടും എനിക്ക് ലഭിച്ചില്ല. Then suddenly one day, പക്ഷെ ഒരു ദിവസം a man comes. ഒരു വ്യക്തി വരികയാണ്. Who is that? Tell me. ആരാണ് ആ വ്യക്തി? മുട്ടിക്കൊണ്ടിരുന്ന വാതിൽ മുട്ടിയ Tell വ്യക്തി. me. പറയൂ. Epaphroditus. എപ്പഫ്രാദിത്തോസ്. He is a representative from the church. ഇവിടെ ഫിലിപ്പിയ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എപ്പിഫ്രാദിത്തോസ് എത്തിയിരിക്കുകയാണ്. And they started talking. അവർ സംസാരിക്കാൻ തുടങ്ങി. And Epaphroditus said, the church has given something to give you. എപ്പഫ്രാദിത്തോസ് പറഞ്ഞു, ചർച്ചിൽ നിന്ന് താങ്കൾക്ക് തരുവാൻ കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. Wow. Oh. Because for the last many years there was no support. കാരണം വളരെ വർഷങ്ങളായിട്ട് അവിടുന്ന് ഒരു സപ്പോർട്ടൊന്നും എനിക്ക് ലഭിച്ചിരുന്നില്ല. Now at the right time, the crucial time, the help came. ഇപ്പോൾ ഇതാ കൃത്യസമയത്ത് തനിക്ക് ഏറ്റവും അത്യാവശ്യമായിരുന്ന സമയത്ത് ഇതാ സഹായം വന്നിരിക്കുകയാണ്. And he says, I rejoice in the Lord greatly because you have renewed your concern for me. അവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിൽ വളരെയധികം സന്തോഷിക്കുന്നു കാരണം നിങ്ങൾ വീണ്ടും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നൽകാൻ തുടങ്ങിയതുകൊണ്ട്. Now I'm going to tell you some very very important thing. ഇപ്പോൾ വളരെ വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. Mark chapter 16 verse number 15. മർക്കോസിന്റെ സുവിശേഷം 16:15. You read the great commission of Jesus. അവിടെ യേശുവിന്റെ മഹത്തായ നിയോഗം നിങ്ങൾ Go വായിക്കുന്നു. into all the world and preach the gospel to all creation. നിങ്ങൾ സകല രാജ്യങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിക്കുക. And this is a commission given to all church. ഇത് എല്ലാ സഭകൾക്കും യേശു നൽകിയ ഒരു നിയോഗമാണ്. Now, if you want to execute this commission, great commission, you need three things. നിങ്ങൾ ഈ കർത്താവിന്റെ മഹത്തായ നിയോഗം നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. Number 1, ministers. 1 ശുശ്രൂഷകന്മാർ. Number 2, ministry. 2 ശുശ്രൂഷ. Number 3, money. 3ാമത്തെ കാര്യം പണം. Take your one finger. നിങ്ങളുടെ ഒരു വിരലെടുക്കാമോ? Everybody say ministers. എല്ലാവരും പറഞ്ഞേ ശുശ്രൂഷകന്മാർ. Ministry. 2 ശുശ്രൂഷ. 3, money. 3 പണം. Where will you get ministers today? ഇന്ന് നമുക്ക് ശുശ്രൂഷകന്മാരെ എവിടെ നിന്ന് ലഭിക്കും? Shall we give an advertisement in Malayalam Manorama? മലയാള മനോരമയിൽ നമുക്കൊരു പരസ്യം കൊടുത്താലോ? We need ministers to Blessing Center. നമുക്ക് ബ്ലെസ്സിംഗ് സെന്ററിലേക്ക് ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. യോഗ്യതയുള്ളവർ അപേക്ഷിക്കുക. 8 അടി നീളവും 2 കാലും
രണ്ട് കണ്ണും വായും ശബ്ദമുള്ളവർ അപേക്ഷിക്കുക. ഈസ് ദാറ്റ് ദ വേ വി റിക്രൂട്ട് പീപ്പിൾ? ഇങ്ങനെയാണോ നമ്മളെ ആളുകളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്? The Bible says, വചനം പറയുന്നു, in the New Testament, പുതിയ നിയമത്തിൽ all are ministers. എല്ലാവരും ശുശ്രൂഷകരാണ്. Tell your neighbor you are a minister. അടുത്തിരിക്കുന്ന ആൾ നോക്കിയിട്ട് പറ, നിങ്ങൾ ഒരു ശുശ്രൂഷകനാണെന്ന് പറ. ശുശ്രൂഷിച്ചില്ലെങ്കിൽ അത് എൻ്റെ തെറ്റല്ല. But you are called to be ministers. നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്. Hallelujah. Hallelujah. Whether you are a man or a woman, whether you are a girl or a boy, young man or a young woman, you are called to minister to the Lord. നിങ്ങൾ ഒരു സ്ത്രീയോ പുരുഷനോ, നിങ്ങൾ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരായിരുന്നാലും നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുവാനാണ്. Whether you have studied in seminary or not, you have to minister to the Lord. നിങ്ങൾ ഒരു ബൈബിൾ സെമിനാരിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ കർത്താവ് തന്റെ വേലയിൽ ശുശ്രൂഷിക്കുവാൻ വിളിച്ചിരിക്കുകയാണ്. Hallelujah. Hallelujah. This is because Jesus said, go into all the world and study the Bible. കർത്താവ് ലോകത്തിൽ എല്ലായിടത്തും പോയി വചനം പഠിക്കുക എന്ന് പറഞ്ഞു. Did he say that? കർത്താവ് അങ്ങനെ പറഞ്ഞോ? Go into all the world and preach the gospel. ലോകത്തിൽ എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. Hallelujah. Hallelujah. So somebody was confused. Go into all the world. Is that possible? ചില ആൾക്കാർ ആശയക്കുഴപ്പത്തിലായി, ലോകത്തിൽ എല്ലായിടത്തും പോകാൻ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? We will read the Greek for it. നമ്മൾ അതിന്റെ ഗ്രീക്ക് നമ്മൾ വായിക്കാൻ പോവുകയാണ്. So he started searching for Greek. അദ്ദേഹം ഗ്രീക്ക് പഠിക്കാൻ തുടങ്ങി. Greek for go. ഗോ എന്നുള്ള വേർഡിന്റെ ഗ്രീക്ക് അദ്ദേഹം നോക്കി. And finally he found a truth. അദ്ദേഹം അവസാനം ഒരു സത്യം കണ്ടെത്തി. In Greek, go means go. ഗ്രീക്കിൽ പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോവുക എന്ന് തന്നെയാണ്. When you hear go, you think that you have to go to Uganda. ഇവിടെ പോവുക എന്നുള്ളത് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നു ഉഗാണ്ടയിലേക്ക് പോകണമെന്ന്. No, go to the next door. നിങ്ങൾ അടുത്ത വീട്ടിലേക്ക് ചെല്ല്. Go to the next വീട്ടമ്മ. അടുത്ത വീട്ടമ്മയുടെ അടുക്കൽ ചെല്ല്. Go to the next വീട്ടപ്പൻ. വീട്ടപ്പന്റെ അടുക്കൽ ചെല്ല്. Share what you enjoy with the Lord. നിങ്ങൾ കർത്താവിൽ നിന്ന് എന്ത് പ്രാപിക്കുന്നു അദ്ദേഹവുമായി പങ്കുവയ്ക്ക്. That is going. അതാണ് പോകൽ എന്ന് പറഞ്ഞാൽ. Go to the supermarkets. നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലാം. Go to the bus stops. നിങ്ങളുടെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. Go to public telephone booths. നിങ്ങൾക്ക് railway പബ്ലിക് stations. സ്റ്റേഷനുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ ചെല്ലാം. Share the gospel. എവിടെ വേണമെങ്കിലും സുവിശേഷം പങ്കുവയ്ക്കാം. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. You should be ready to go. നിങ്ങൾ പോകുവാൻ തയ്യാറായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. Number 2, you should be ready to send. രണ്ടാമത്തെ കാര്യം, നമ്മൾ അയക്കുവാൻ തയ്യാറായിരിക്കണം. Number 1, we should be ready to go. ഒന്നാമത്തെ കാര്യം, നമ്മൾ തന്നെ പോകുവാൻ തയ്യാറാകണം. And we should be ready to send. രണ്ട്, നമ്മൾ അയക്കുവാൻ തയ്യാറാകണം. Romans chapter 10. റോമാലേഖനം 10-ാം അധ്യായം verse number 14 and 15. 14-15 വാക്യങ്ങൾ. How then can they call on the one they have not believed in? And how can they believe in the one of whom they have not heard? 14-ാമത്തെ വചനം. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്തവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും? ആരെങ്കിലും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? 15. And how can anyone preach unless they are sent? അയക്കപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും? As it is written, how beautiful are the feet of those who bring good news. സുവാർത്തയുമായി വരുന്നവരുടെ പാദം എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. Hallelujah. ഹല്ലേലൂയ. So number 1, you have to go by yourself. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് നമ്മൾ തന്നെ പോകണം. And you should be willing to send others to preach. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മറ്റുള്ളവരെ ഇതിനു വേണ്ടി പ്രസംഗിക്കുവാൻ അയക്കുവാൻ തയ്യാറാകണം. Send others to preach means to spend. മറ്റുള്ളവരെ സുവിശേഷത്തിന് വേണ്ടി അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ചിലവഴിക്കുക എന്നുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. You have to spend money so that you can release ministers for the gospel. നമ്മൾ അതിനുവേണ്ടി പണം ചിലവഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സുവിശേഷത്തിലേക്ക് അയക്കുവാൻ കഴിയും. On a given Sunday, many teams are going to different districts of the state and even to other states today from our blessing center. ഇന്ന് നമ്മുടെ ഓരോ ഞായറാഴ്ചകളിലും നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിൽ നിന്ന് അനേകം ജില്ലകളിലേക്കും കേരളത്തിനപ്പുറത്തേക്കൊക്കെ നമ്മൾ ആളുകളെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. Some are in Trivandrum. ചില ആൾക്കാർ ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്. Some are in Wayanad. ചിലർ വയനാടുണ്ട്. And they are sent. അവർ അയക്കപ്പെടുകയാണ്. And for
sending, you have to spend. നമ്മൾ അങ്ങനെ അയക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. I have a desire. എനിക്കൊരു I have a dream. എനിക്കൊരു സ്വപ്നമുണ്ട്. We should send a lot of ministers, thousands of them, to the whole world just to obey Jesus. നമ്മൾ ഈ കർത്താവിന്റെ മഹത്തായ കൽപ്പന, ആ നിയോഗം അനുസരിക്കുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ സെന്ററുകളിൽ നിന്നും ആയിരക്കണക്കിന് ശുശ്രൂഷകളെ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും നമുക്ക് അയക്കണം. Number 1 is ministers, number 2 is ministry. ഒന്നാമത്തെ കാര്യം ശുശ്രൂഷകന്മാർ, രണ്ടാമത്തെ കാര്യം ശുശ്രൂഷ. Some are ready to go, ചില ആൾക്കാർ പോകാൻ തയ്യാറാണ്, but they have no ministry. പക്ഷെ അവർക്ക് ശുശ്രൂഷയില്ല. They don't know how to preach. എങ്ങനെ പ്രസംഗിക്കണം They don't know എന്നറിയില്ല, how to pray. എങ്ങനെ പ്രാർത്ഥിക്കണം They don't know എന്നറിയില്ല, how to heal the sick. എങ്ങനെ രോഗികളെ സൗഖ്യമാക്കണം They എന്നറിയില്ല. have no ministry. അവർക്കൊരു ശുശ്രൂഷയില്ല. So you have to receive the ministry from the Lord. നിങ്ങൾ കർത്താവിൽ നിന്ന് ശുശ്രൂഷ പ്രാപിക്കണം. The ministry should be given by God. ദൈവം തന്നെ നിങ്ങൾക്കൊരു ശുശ്രൂഷ നൽകണം. The ministry should be raised by God. ശുശ്രൂഷ ദൈവത്താൽ തന്നെ ഉയർത്തപ്പെടണം. It should have the attestation of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ മുദ്ര ആ ശുശ്രൂഷയുടെ മേൽ പതിഞ്ഞിരിക്കണം. Hallelujah. ഹല്ലേലൂയ. And the third one is money. മൂന്നാമത്തെ ഘടകം എന്നുള്ളത് പണം. Hallelujah. ഹല്ലേലൂയ. Even ministers are afraid to talk about money in the church. ശുശ്രൂഷകന്മാർ പോലും സഭയ്ക്കകത്ത് പണത്തെക്കുറിച്ച് പറയാൻ പേടിക്കുന്നു. Jesus was not afraid. പക്ഷേ യേശുവിന് പേടിയില്ലായിരുന്നു. He spoke boldly about money. യേശു ശക്തമായി ധൈര്യത്തോടെ പണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Apostles spoke boldly about money. അപ്പോസ്തലന്മാർ നല്ല ധൈര്യത്തോടു കൂടി തന്നെ പണത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. I can tell you something. ഞാനൊരു കാര്യം പറയട്ടെ. If you don't give, you will not receive. നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുകയില്ല. If you give, you will receive. നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. You will never receive what you gave. നിങ്ങൾ കൊടുത്തതല്ല ഇങ്ങനെ സ്വീകരിക്കുന്നത്. You will receive minimum 100-fold, the Bible says. ഏറ്റവും കുറഞ്ഞത് 100 മടങ്ങ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ബൈബിൾ പറയുന്നു. I thank God for hundreds of blessing today sponsors whom I have never seen in my life. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത 100 കണക്കിന് ബ്ലെസ്സിംഗ് ടുഡേ സ്പോൺസേഴ്സിന് ഞാൻ ഇപ്പോൾ കർത്താവിന് നന്ദി പറയുകയാണ്. I just thank for them. അവർക്ക് വേണ്ടി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. They do it because they love the ministry of the Lord. അവർ അത് ചെയ്യുന്നത് അവർ കർത്താവിന്റെ വേലയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈ മകളുടെ പേര് സജിത രഘു എന്നാണ്. ഈ സഹോദരൻ രഘു 2 വർഷമായിട്ട് ക്യാൻസർ പേഷ്യൻ്റാണ്. 2 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 4 ലക്ഷം രൂപയോളം ഇവർക്ക് ചിലവായി. ഈ സഹോദരൻ NPOL ഇലക്ട്രീഷ്യനായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂരാണ് ഇവരുടെ വീട്. വീടും ഇതെല്ലാം വിറ്റിട്ടാണ് ഈ 4 ലക്ഷം രൂപ ഇവർ ഉണ്ടാക്കിയത്. വീട് വിറ്റു. അങ്ങനെ ഇവർക്ക് വീടില്ലാതിരിക്കുമ്പോൾ 2 വർഷം മുമ്പ് ആ സമയത്ത് തന്നെ ഇവരൊരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന ഇതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 29-ാം തീയതി ഈ ആപ്ലിക്കേഷൻ കൊടുത്തവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുവെന്ന് വില്ലേജിൽ നിന്ന് കളക്ടറേറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അതനുസരിച്ച് 28-ാം തീയതി ലിസ്റ്റ് ഇടുന്നതിൻ്റെ തലേ ദിവസം ഈ സഹോദരി മൈ പ്രെയർ ഡയറിയിൽ എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നുള്ള ഭാഗത്ത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അത് ഈ സിസ്റ്ററിന്റെ അതെ പ്രയർ ഡയറി ആണോ? Let me see. ഞങ്ങൾക്കൊരു വീട് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 29-ാം തീയതി ഓഗസ്റ്റ് മാസം ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ 200 ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൽ 8 പേർക്കാണ് വീട് കിട്ടിയത്. ഇവരുടെ ആഗ്രഹം കാക്കനാട് കിട്ടണമെന്നുള്ളതായിരുന്നു. ഈ 8 പേരിൽ 2 പേർക്കാണ് കാക്കനാട് വീട് കിട്ടിയത്. അതിലൊരു കുടുംബം ഇവരുടേതാണ്. വീട് വെക്കാനുള്ള സ്ഥലമാണ് കിട്ടിയത്. അതിന്റെ പട്ടയം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവരുടെ കയ്യിൽ കിട്ടി. ഇത് കിട്ടിയ അറിഞ്ഞ ഉടനെ തന്നെ ഒരു കോൺട്രാക്ടർ ഇവരോട് വന്നിട്ട് പറഞ്ഞു, അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീട് വെച്ച് തന്നോളാം. കാണാം, ഇത് നിറയെ എഴുതി വെച്ചിരിക്കുക. തലേദിവസം എഴുതിയതാണ്. കർത്താവ് നാളെ വീടും സ്ഥലവും കിട്ടുന്നതിന്റെ ഡേറ്റ് ആണെന്ന് പറയുന്നു. ചുമ്മാ കർത്താവിനോട് പറഞ്ഞതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങൾ കൈവിടാതെ അതിലൊരിടം, കർത്താവെ, നിന്നെ സ്വന്തമായി ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം, ഇടം ഞങ്ങൾക്ക് തരണമേ.
പേജ് നിറയെ എഴുതി വെച്ചു. കർത്താവ് പ്രാർത്ഥന കേട്ടു. 65-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകലരും നിന്നിലേക്ക് വരുന്നു. 2 കരങ്ങളും ഉയർത്തി നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ആരും തന്നില്ലേലും കർത്താവ് തരും. എല്ലായിടങ്ങളിലും കൈകൾ ഉയർത്തി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? രോഗസൗഖ്യമാണോ, വിടുതലാണോ? കൈകളെ ഉയർത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ? കർത്താവ്, ഈ സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും കരങ്ങൾ അങ്ങിലേക്ക് ഉയർത്തുന്നു. കർത്താവെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ഞങ്ങളത് ഏറ്റുപറയുന്നു. ഈ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചത് കർത്താവെ, ഇവർക്ക് വേണ്ടി അങ്ങ് തുടർന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളിപ്പോൾ ജനത്തെ അനുഗ്രഹിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ ഇവർ കാണട്ടെ. അത് സാക്ഷ്യങ്ങളായി മാറട്ടെ. ദൈവത്തിന് മഹത്വമാകട്ടെ. അത് കേട്ട് വീണ്ടും അനേകർ യേശുവിലേക്ക് വരട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ. ഇനി നമുക്കൊരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശ്വാസമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും സ്ക്രീനിലേക്ക് ഇപ്പോൾ ഞാൻ കൈകൾ നീട്ടി നിങ്ങളുടെ നേരെ നീട്ടുമ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗികളും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത രീതിയിൽ വായിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെപ്പോഴും തുപ്പിക്കൊണ്ടാണ് നടക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് തുപ്പൽ ഒത്തിരി ഇറക്കേണ്ടതായിട്ട് വരുന്നു. വല്ലാത്ത രീതിയിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രത്യേക തരം രോഗം ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കുന്നു. സൈനസൈറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ, തലവേദന, കൊടിഞ്ഞിയുടെ അസുഖങ്ങൾ, മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോയിരിക്കുന്നതായി കർത്താവ് പറയുന്നു. കഴുത്തിൻ്റെ പിൻഭാഗത്തായിട്ട് വല്ലാത്ത വേദന അനുഭവിച്ചിട്ട് നിങ്ങൾക്ക് കഴുത്ത് ഉയർത്തുവാൻ, അതുപോലെ നിങ്ങൾക്ക് തല കുനിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് നിങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ പിൻഭാഗത്തുള്ള വേദന ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിയിരിക്കുന്നതായി കർത്താവ് പറയുന്നു. കാലിൻ്റെ ഉപ്പൂച്ചിയുടെ ഭാഗത്തുള്ള വേദനകൾ, നടക്കാനുള്ള ബുദ്ധിമുട്ട് കർത്താവ് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചില വസ്ത്രങ്ങൾ അണിയുമ്പോഴുള്ള അലർജി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകുന്നതായി കർത്താവ് പറയുന്നു. അതുപോലെ ചില ഉത്തരക്കടലാസുകൾ കാണാതെ പോയതിലുള്ള ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ, കർത്താവ് ഇപ്പോൾ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. അത്ഭുതങ്ങൾ കർത്താവ് ഒരിക്കൽ കൂടെ പറയുന്നു. അത്ഭുതങ്ങൾ കർത്താവ് ഇപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുകയാണ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടെ ഇവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കൃഷിയിലെ വലിയ നാശം നിമിത്തമായി സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കർഷക കുടുംബം, കർത്താവ് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായി പോകുകയാണ്. വഴികൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാനായി പോകുകയാണ്. നിരാശപ്പെടരുത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അവർക്ക് കുഞ്ഞു പിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ നോക്കി ഒരു അച്ഛനായും ഒരു അമ്മയായും ഞാനിപ്പോൾ അവരെ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, താങ്ക് യു ലോർഡ്. ഹാലലൂയ, താങ്ക് യു ജീസസ്. അതുപോലെ ശരീരത്തിൽ എല്ലായ്പ്പോഴും തണുപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഏത് കാലാവസ്ഥയിലും നിങ്ങൾ വല്ലാതെ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ, തണുപ്പ് നിങ്ങൾക്ക് ഒട്ടുമേ സഹിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നതായി കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറിപ്പോയ മക്കളോ മറ്റാരെങ്കിലുമോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് നിമിത്തമായി വല്ലാതെ വിഷമിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വീട് വിട്ട് ഇറങ്ങി
പിന്മടങ്ങിപ്പോയവർ അവർ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. വെള്ളത്തെ വല്ലാതെ ഭയപ്പെടുന്നത്, വെള്ളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വല്ലാതെ ഭയപ്പെടുന്നു, വെള്ളത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം ഇപ്പോൾ തന്നെ മാറി പൂർണ്ണമായ സൗഖ്യം അവരുടെ മാനസിക മേഖലയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിനെ ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി രംഗങ്ങളെ ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശരീരങ്ങളിലേക്കും സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ പ്രാർത്ഥനാ ഡയറി, മൈ പ്രേ ഡയറി, അതുപോലെ തന്നെ ആശിഷമാരി തുടങ്ങിയ പുസ്തകങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുവാൻ സാധിക്കുന്നതാണ്. തുടർമാനമായി ഫിലിപ്പിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ ചില ആഴ്ചകൾക്കുള്ളിൽ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പഠനത്തിൻ്റെ MP3 നിങ്ങളുടെ കയ്യിലെത്തിക്കുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ നാളെ നമുക്ക് അമരവിളയിലാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും, തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റന്നാൾ നമുക്ക് നമ്മുടെ മീറ്റിംഗ് നടക്കാൻ പോകുന്ന തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ആ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അവിടെ ഉണ്ടാകും. നിങ്ങൾ വരണം, ഞങ്ങളെ കാണണം. പ്രത്യേകമായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അവിടെ ഉണ്ടാകും. എല്ലാവിധ നന്മകളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് ഒരുമിച്ച് കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഫിലിപ്പിയ സഭയെ പ്രതിനിധീകരിച്ച് പൗലോസിന്റെ അടുക്കൽ വന്ന വ്യക്തി ആരായിരുന്നു? Who came to Paul representing the Church of Philippi? Options: A. Philippus, B. Timothy, C. Epaphroditus, and D. Titus. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D.